നമസ്കാരം. നമ്മുടെ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ അഴിമതികൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയർ ഒരു ഡമ്മി മാത്രമായിരുന്നു. ഒരു ഡമ്മി ആയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ നീക്കങ്ങളും ഓരോ നിർണായകമായ കീ കൊടുക്കുന്നതായാലും ആര്യയ്ക്ക് കിട്ടുന്ന ഓരോ നിർദ്ദേശങ്ങളായാലും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവിടെ ഇങ്ങനത്തെ രീതിയിലൊരു പ്രശ്നം സൃഷ്ടിക്കണം എന്നൊക്കെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും, എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത് തൊട്ടടുത്തുള്ള AKG ഭവനിൽ നിന്നായിരുന്നു. ആര്യെ മേയറാക്കി ഇരുത്തിക്കൊണ്ട് പിന്നെ നിന്നും 3-4 പേരാണ് തിരുവനന്തപുരത്തിന്റെ മേയർ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരുന്നതും തിരുവനന്തപുരം നഗരസഭ മൊത്തത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായി ഒരു അഴിമതി, എത്ര വേണമെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ കാണിച്ചോ എന്ന് ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം CPM സഖാക്കന്മാർ ആര്യയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്തോ, ബാക്കി വരുന്നിടത്ത് വെച്ച് നമ്മൾ നോക്കിക്കൊള്ളാം എന്ന് ഒരു നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഉണ്ട് എന്ന് പറഞ്ഞ് പൈസ എഴുതിയെടുത്തും വലിയ രീതിയിലുള്ള ഒരു അഴിമതിയും ആര്യ ഈ പ്രായത്തിൽ കാണിച്ചു കൂട്ടിയത്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വർഷം മേയറായി ഭരിച്ച ആര്യ രാജേന്ദ്രൻ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വികസനങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. അടിസ്ഥാന പ്രശ്നങ്ങളായ ഈ പാർക്കിംഗ് സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, നഗരങ്ങളിലൊക്കെയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒന്നും തന്നെ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഒരു പ്രയോജനവുമില്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി കിഴക്കേക്കോട്ടയിൽ ഒരു മേൽപ്പാലം വച്ചു. ആ മേൽപ്പാലം എന്തിനാണ് വച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാമുകന്മാർക്ക് രാത്രി കാലങ്ങളിൽ അവിടെ ഇരുന്ന് പണികൾ ചെയ്യാനും, കൂടാതെ ഈ ലഹരി മാഫിയകൾക്കും കോളേജ് സ്കൂൾ പിള്ളേർക്കും ഒളിഞ്ഞിരുന്ന് സിഗരറ്റും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും വേണ്ടി മാത്രമാണ് ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു ഫുട്പാത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലൈ ഓവർ അവിടെ നിർമ്മിച്ചു വെച്ചത്. ആ ഫ്ലൈ ഓവറിൽ ഇതുവരെയായിട്ട് ഒരു മനുഷ്യൻ പോലും, ഒരു യാത്രക്കാരൻ പോലും ആ ഫ്ലൈ ഓവറിൽ കയറി അപ്പുറത്ത് ക്രോസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് കയറുന്നില്ല എന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ യാത്രക്കാരോട് ചോദിക്കുമ്പോൾ യാത്രക്കാർ പറയുന്നത് ആ ഫ്ലൈ ഓവറിൽ കയറി അപ്പുറത്തിറങ്ങാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കുന്നുണ്ട്. അതിന് പകരം 1 സെക്കൻഡ് കൊണ്ട് തന്നെ അപ്പുറത്ത് റോഡ് മുറിച്ച് കടക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ ഫ്ലൈ ഓവർ വരേണ്ടിയിരുന്നത് അവിടെയല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ആ KSRTC ബസ്സുകൾ കൊണ്ട് നിർത്തുന്ന ആ ഗാന്ധി പാർക്കിന്റെ ആ ഒത്ത നടുക്കായിട്ടാണ് ഒരു ഫ്ലൈ ഓവർ സംവിധാനം വരേണ്ടിയിരുന്നത്. 2 പാർട്ടായിട്ട്. ഒന്ന്, ആ ഗാന്ധി പാർക്കിന്റെ അവിടെ നിന്നുകൊണ്ട് നേരെ ഫ്ലൈ ഓവറിൽ കയറി അപ്പുറത്ത് ക്രോസ് ചെയ്യാനും, അപ്പുറത്തുള്ളവർക്ക് നേരെ വന്ന് ഗാന്ധി പാർക്കിന്റെ മുന്നിലേക്ക് ഇറങ്ങാനും, അങ്ങനെ ഒരു 2 സ്ട്രക്ചറായിട്ടാണ് ആദ്യം ഒരു ആലോചനയൊക്കെ വന്നത്. പക്ഷേ അത് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഫ്ലൈ ഓവർ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പണവും കിട്ടും, സഖാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വന്ന് നിറയുമെന്നത് കൊണ്ടാണ് ഒരു പ്രയോജനമില്ലാതെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഈ ഫ്ലൈ ഓവർ കൊണ്ടുവച്ചത്. നിലവിൽ പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇതിലും വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. അതായത് ആര്യ രാജേന്ദ്രൻ എന്ന മേയറമ്മ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭ ബിനാമികളും അതോടൊപ്പം തന്നെ CPMലെ ഇഷ്ടക്കാരുമാണ് ഭരിക്കുന്നത് എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ ഈ CPMകാർ ആർക്കൊക്കെയോ വിറ്റിട്ടുണ്ടോ എന്ന് ഇനി വ്യക്തമായ ഒരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുവിനത്തിൽ ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വകാര്യ കെട്ടിടങ്ങളും സർക്കാർ ഓഫീസ് കെട്ടിടങ്ങളും തുടങ്ങിയവയിൽ നിന്നാണ് കോടികൾ പിരിച്ചെടുക്കാനുള്ളത്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് പരാമർശിക്കുന്നത്. നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായ വരുമാന നികുതി ഇനത്തിൽ വൻ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നത്. നഗരസഭയുടെ 30ഓളം വാർഡുകളിലായുള്ള അനധികൃത ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ, മറ്റു വാണിജ്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തുനികുതി പരിശോധനയിൽ 61.9 കോടി രൂപയുടെ കുടിശ്ശികയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്വകാര്യ കെട്ടിടങ്ങളിൽ കൂടുതലും CPM പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിൽ എടുത്തവയും
ബിനാമി പേരിൽ വൻകിട CPM നേതാക്കൾ ലേലത്തിന് എടുത്തിട്ടുള്ളവയുമാണ് ഇക്കൂട്ടത്തിലുള്ളതെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വാടകയും നികുതിയും ലേലത്തുകയും യഥാസമയം പിരിച്ചെടുക്കാത്തതിനാൽ വൻ വരുമാന ചോർച്ചയാണ് കോർപ്പറേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷത്തെ കുടിശ്ശികയും അതുകൂടി ചേരുമ്പോൾ 107.91 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. നഗരസഭ മെയിൻ ഓഫീസ് പരിധിയിലെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശിക തന്നെ ഏകദേശം 2 കോടിയിലേറെ രൂപയായിട്ട് വരും. കടകംപള്ളി സോൺ ഓഫീസ് പരിധിയിലെ കടമുറികളുടെ വാടക ഈടാക്കിയിട്ടില്ല. പാർക്കിംഗ് ഏരിയ, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ ലേലത്തുകയിലും 10 ലക്ഷത്തോളം രൂപ പിരിച്ചെടുക്കാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇവയെല്ലാം CPM ബിനാമികളായ ഗുണ്ടകളെ വെച്ചാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുടിശ്ശിക ചോദിച്ചാൽ ജീവനക്കാരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ വിരട്ടുന്ന രീതിയാണ് പതിവായി അവിടെ കാണുന്നത്. കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ വസ്തുനികുതി കുടിശ്ശിക ഏകദേശം തന്നെ 1 കോടി അടുപ്പിച്ച് വരുന്നുണ്ട്. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ട് 233 പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്ത കെട്ടിടങ്ങൾക്ക് വസ്തുനികുതി ചുമത്തേണ്ടതാണ്. കൂടാതെ സെക്ഷൻ 235 പ്രകാരം വസ്തുനികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ചതുരശ്ര അടിക്ക് 22 രൂപയാണ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങളുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. കുടിശ്ശിക സംബന്ധിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ വിശദ വിവരങ്ങൾ ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെടുമ്പോൾ 2024 ജനുവരി 1 മുതൽ അത് സോഫ്റ്റ്വെയർ പ്രശ്നമാണ്, തകരാറാണ് എന്നൊക്കെ പറഞ്ഞതെല്ലാം മുഴുവൻ ന്യായമാണ് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം കീറിമുറിക്കുന്ന കൃത്യമായി ഓരോന്നിന്റെ റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വേണമെന്ന് PV രാജേഷ് പറയുന്നു. കൃത്യമായ നിർദ്ദേശം നഗരസഭാ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ആദ്യം തിരുവനന്തപുരം നഗരസഭയെ ഒരു അഴിമതി വിമുക്തമാക്കുക, അതിനുശേഷം നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക. നിലവിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇനി 2 മാസമേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് വർക്കുകൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഉത്സവം തന്നെയാണ്. BJP ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കിയ ഫസ്റ്റത്തെ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ വിശദമായ രീതിയിൽ തന്നെ സമഗ്രമായ ഒരു ആഘോഷം, വലിയ രീതിയിലുള്ള ഒരു ആഘോഷം നടത്തേണ്ടത് അനിവാര്യമാണ്. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം തന്നെ വാട്ടർ അതോറിറ്റി ഈ കുടിവെള്ളം വിച്ഛേദിക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ കുടിവെള്ളം തടഞ്ഞു വെക്കുന്ന പരിപാടി, അല്ലെങ്കിൽ ഓരോ വാർഡുകളിലും കുടിവെള്ളക്ഷാമം, ജലക്ഷാമം വലിയ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ തലേദിവസങ്ങളിലടക്കം ഓടി നടന്നുകൊണ്ട് റോഡ് ടാറിങ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അതെല്ലാം ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. തലേദിവസം ഈ ഓടി നടന്നുകൊണ്ട് റോഡ് ടാർ ചെയ്യുന്ന പരിപാടിയോ മഴ സമയത്തും ടാറെടുത്ത് ഇട്ടിട്ട് കാണിക്കുന്ന ആ ഒരു തട്ടിക്കൂട്ട് പരിപാടിയോ ഒന്നും പാടില്ല. ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ എല്ലാം തീരണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന 5 വർഷം കൊണ്ട് എന്തൊക്കെ അഴിമതികൾ നടന്നിട്ടുണ്ട് അതെല്ലാം ഇനി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്.